ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഹൻസ് കായംകുളം. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പിലെത്തിയ ഒരു കുഞ്ഞു മെഷീന് പരിചയപ്പെടുത്താനാണ്. നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോണുകൾ കുറച്ച് നാളുകൾക്ക് ശേഷം ബാക്ക് പാനൽ സ്ക്രാച്ച് ആവുകയും കാണാൻ ഭംഗിയില്ലാത്ത ഒരവസ്ഥയിൽ ആകാറുണ്ട്. അതിനൊരു പരിഹാരമാണ് ഈ മെഷീൻ. സ്മാർട്ട് ഫോണുകളെ ഈ മെഷീൻ എങ്ങനെയാണ് സ്ക്രാച്ചിൽ നിന്ന് സംരക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ആ മെഷീൻ, റോക്സോൺ ഫിലിം കട്ടർ. ഇതുപയോഗിച്ച് നമ്മുടെ ഏത് സ്മാർട്ട് ഫോണിൻ്റെയും ഫ്രണ്ടിലെയും ബാക്കിലെയും പ്രൊട്ടക്ഷൻ ഫിലിം കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. മെഷീൻ ഓൺ ആക്കിയതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഈ വിൻഡോ ആണ്. ഈ വിൻഡോയിൽ നമുക്ക് ആവശ്യമുള്ളത് പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ മൊബൈൽ, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ, വാച്ച്, അങ്ങനെ കുറേ ഓപ്ഷനുകൾ വരും. ഇതിൽ നമുക്ക് ഏതിൻ്റെ വേണമെങ്കിലും പ്രൊട്ടക്ഷൻ കാർഡ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ മൊബൈലാണ് സെലക്ട് ചെയ്യുന്നത്. മൊബൈൽ സെലക്ട് ചെയ്യുമ്പം കാണിക്കുന്ന വിൻഡോയിൽ ഹോട്ട് ബ്രാൻഡ് എന്നും പറഞ്ഞ് കുറേ മോഡലുകളും പിന്നെ മെയിൻ ബ്രാൻഡ് എന്നും പറഞ്ഞ് കുറേ മോഡലുകളും കാണിക്കുന്നുണ്ട്. നമുക്കിപ്പം ഈ ഹോട്ട് ബ്രാൻഡിൽ നിന്ന് നമുക്ക് റിയൽമിയുടെ ഒരു മോഡൽ സെലക്ട് ചെയ്യാം. റിയൽമിയുടെ മോഡൽ സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന വിൻഡോയിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിവിടെ സെർച്ച് കൊടുത്തിട്ട് ഏത് മോഡലാണോ നമുക്ക് വേണ്ടത് അത് അടിച്ചു കൊടുത്താൽ അത് ഇവിടെ കാണിക്കും, ഈ വിൻഡോയിൽ കാണിക്കും. നമ്മളിപ്പം ഏതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യുകയാണ്, നാർസോ 55G. ഈ മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പം കാണിക്കുന്ന വിൻഡോയിൽ ഉണ്ട് ഫ്രണ്ട് ഫിലിം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ബാക്ക് ഫിലിം കട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് ഫിലിമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്ക് ഫിലിം കട്ട് ചെയ്യുന്നതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ബാക്ക് ഫിലിമിൻ്റെ ക്യാമറ കട്ട് ഉൾപ്പെടെ വരും, പിന്നെ അല്ലാതെ ക്യാമറയുടെ ഫുൾ പോർട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ. നമ്മളിപ്പം ഇത് സെലക്ട് ചെയ്യാം. നമുക്ക് ഇത് സെലക്ട് ചെയ്യുമ്പോൾ പിന്നീടുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നേക്കുന്നത്. പ്രിൻ്റ് ചെയ്യാൻ നമുക്കിവിടെ എത്ര ക്വാണ്ടിറ്റി വേണോ അതിവിടെ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നാണ് അടിച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതാണ് ഫിലിം, കട്ട് ചെയ്യുന്ന ഫിലിം ഇതാണ്. ഇത് നമ്മളിവിടെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഇതെടുക്കും. ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒരു പരിപാടിയില്ല, ഇത് കട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കട്ട് കൊടുക്കുന്നു. മെഷീൻ ഉണ്ട്, കട്ടിങ് ആരംഭിച്ച്. ആദ്യം അത് ക്യാമറയുടെ ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. വളരെ ഭംഗിയായ അവൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. അതെ, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ വേണ്ട പ്രൊട്ടക്ഷൻ ഫിലിം നമ്മൾ ബാക്കിൽ ഒട്ടിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഫിലിം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കിത് മൊബൈലിലോട്ട് അപ്ലൈ ചെയ്യാം. ക്യാമറയുടെ ഭാഗങ്ങളും എല്ലാം കട്ടായി വന്നിട്ടുണ്ട്. എവിടെയൊക്കെ വേണോ അതെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ ഏരിയയും കവറായി കഴിഞ്ഞാൽ അവിടെ ഒന്നും സ്ക്രാച്ച് വീഴില്ല. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.